ഹല്ലേലൂയ. സ്തോത്രം. ഒരു വചനം വായിച്ചാട്ടെ. സ്തോത്രം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാം വചനം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, ഇതൊക്കെ നിങ്ങൾ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയപ്പെടുന്നത് ആമേൻ, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലത്തിൽ ഓ ഹല്ലേലൂയ, എത്ര പേർ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ, എത്ര പേർ ആരാധനയോടുകൂടെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നമ്മളെ സന്നി കടന്നു വരുന്നത് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ്. ദൈവം എന്ന കർത്താവാണ് നമുക്ക് സകലം നൽകുന്നത്. സകല അനുഗ്രഹങ്ങളും സകല വിടുതലുകളും സകല നന്മകളും കർത്താവാണ് നൽകി തരുന്നത്. നമ്മളെ ഉദരത്തിൽ ഉരുവാക്കിയത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അവനാണ് നമുക്കെല്ലാം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനാണ് നമുക്ക് സകലം നൽകി തരുന്നത്. മാനുഷികമല്ല, മനുഷ്യനല്ല നമുക്ക് തരുന്നത്. നമ്മൾ ചിലപ്പോൾ കരുതും ഹല്ലേലൂയ മാനുഷികമെന്ന്. നമ്മുടെ അപ്പനാണ് നൽകിയത്, അമ്മയാണ് തന്നത്, അച്ഛനാണ്, അമ്മയാണ്, ആമേൻ, അപ്പനാണ്, പാപ്പയാണ്, ഇങ്ങനെ പലരും ആമേൻ രക്ഷകർത്താക്കളാണ് നമ്മൾ തന്നത്, അല്ലെങ്കിൽ നമ്മൾ സംരക്ഷകരാണ് നമുക്ക് തന്നതെന്ന്. ലൗകികമല്ല. ലോകം അതിൻ്റെ ഭോഗം ഒഴിഞ്ഞു പോകും. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവമാണ് നമ്മളെ സകലത് നൽകുന്നത്, അനുഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവേ, ഇന്ന് പകൽക്കാലത്തിൽ എത്ര പേർ നമ്മൾ വിശ്വാസത്തോടു കൂടെ നമ്മൾ കർത്താവ് നമുക്ക് നൽകണമെന്ന പ്രത്യാശയോടെ ആഗ്രഹത്തോടെ എത്ര പേരുണ്ട്? ആമേൻ. നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് അവന്റെ സന്നിധിയിൽ ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച വചനം എന്ന് പറയുന്നത് ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലത് നിങ്ങൾ കിട്ടും. രാജ്യവും നീതിയും. നീതി എന്ന് പറഞ്ഞെന്തായിരിക്കുന്നു? നീതി എന്ന് പറയുന്നത് എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ വേണ്ടി ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീതി എന്ന് പറയുമ്പോൾ ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ദൈവം എന്ന കർത്താവ് ആമേൻ നന്മകൾ നൽകുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് നമ്മൾ ഒരുമിച്ച് കൂടി വന്നത് അവൻ്റെ നീതി അന്വേഷിച്ചുകൊണ്ടാണ്. അവൻ്റെ നീതി, അവനിൽ വിശ്വസിപ്പാൻ, അവനെ ആരാധിപ്പാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ് നമ്മളിന്ന് പകൽക്കാലത്തിൽ കടന്നു വരുവാനിടയെത്തിക്കുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ ആമേൻ വിശ്വാസത്തോടുകൂടി കർത്താവ് നമുക്ക് നൽകണമെന്ന്, ആമേൻ ഹല്ലേലൂയ, കർത്താവ് നമുക്ക് നൽകണമെന്ന്, അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന നമുക്ക് നൽകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ 33-ാം സങ്കീർത്തനമായി വായ്പായെടുത്തിരുന്നു. അതിന് 33-ന്റെ 1-ാമത്തെ വചനം ഇപ്രകാരമാണ്: നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. അവിടെ പറയുകയാണ്, നീതിമാന്മാരെ യഹോവയിൽ ആമേൻ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. നീതിമാന്മാരെ യഹോവയിൽ ആമേൻ 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 ഘോഷിച്ചുല്ലസിപ്പീൻ. എത്ര പേർക്ക് ആരാധിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ഘോഷിച്ചുല്ലസിക്കുവാൻ കഴിയും? എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും ദൈവമക്കളെ? ഓ ഹല്ലേലൂയ. ഓ ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടിതാവ് ആമേൻ ഹല്ലേലൂയ തൻ്റെ സൃഷ്ടിയെ ആരംഭം മുതൽ അനുഗ്രഹിച്ച ആമേൻ ഏദൻ തോട്ടം മുതൽ അനുഗ്രഹിച്ച കർത്താവ് തന്നെ ആരാധിക്കുന്നവരെ, തന്നെ അനുസരിക്കുന്നവരെ, തന്നെ അനുഗമിക്കുന്നവരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ആമേൻ ഹല്ലേലൂയ എന്ന പകൽക്കാലത്ത് ഏറെ പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയാണ്, ആമേൻ, ആ കർത്താവ് പറയാണ്, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ നിനക്ക് കർത്താവ് ഒരുക്കി വെച്ച സകല നന്മകളും കർത്താവ് നൽകുമെന്ന്. ഹല്ലേലൂയ.
ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ ആമേൻ 27-ാം അധ്യായം അതിൻ്റെ ആമേൻ 4-ാം അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി 27-ന്റെ 4-ാമത്തെ വചനം ഒന്ന് വായിച്ചാട്ട് ദിവാസിയെ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 27:4. ഉൽപ്പത്തി 27:4. ഉണ്ടാക്കി, ഞാൻ മരിക്കും മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് കൊണ്ടുവരിക. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ അബ്രഹാമിന്റെ പുത്രനായി ഇസഹാക്കിന്റെ പുത്രനായി യേശാവിനോട് പറയുന്നൊരു കാര്യമാണ്. ആമേൻ, യേശാവ് യാക്കോബിനോട് പറയുകയാണ്. ഹല്ലേലൂയ, ആമേൻ. യേശാവ് തൻ്റെ മൂത്ത പുത്രനാകുന്ന ആമേൻ ഇസഹാക്ക് യേശാവിനോട് പറയുകയാണ്, തൻ്റെ മൂത്ത പുത്രനാകുന്ന യേശാവിനോട്, നീ എന്നെ ആമേൻ അപ്പൻ പറയുകയാണ്, മൂത്ത മകനോട് പറയുകയാണ്, ആമേൻ മോനെ യേശാവേ, ഞാൻ വൃദ്ധനായിരിക്കുകയാണ്, നിന്റെ അപ്പനാകുന്ന ഇസഹാക്ക് വൃദ്ധനായിരിക്കുകയാണ്, നീ ആമേൻ എൻ്റെ കണ്ണ് ആമേൻ ഞാൻ വാർദ്ധക്യം കൊണ്ട് മങ്ങിയിരിക്കുകയാണ്, ആയതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിപ്പാൻ, നീ എൻ്റെ മൂത്ത പുത്രനാകുന്ന യേശാവിനെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആയതുകൊണ്ട് നീ എനിക്ക് ആമേൻ ആമേൻ എനിക്ക് ഇഷ്ടവും രുചികരവുമാകുന്ന ഭോജന പദാർത്ഥം ഉണ്ടാക്കി കൊണ്ടുവരിക, ആദ്യം എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയാണ്. ഹല്ലേലൂയ. ആദ്യം നീ എനിക്ക് അപ്പന് രുചികരമാകുന്ന ആമേൻ ഭോജന പദാർത്ഥം ഉണ്ടാക്കി കൊണ്ടുവരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. ഹല്ലേലൂയ. മുമ്പേ ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്. ആമേൻ, ഹല്ലേലൂയ. ദൈവജനം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ആമേൻ അപ്പനാകുന്ന ഇസഹാക്ക്, ആമേൻ ഇസഹാക്കിന്റെ അപ്പന്റെ പേരാകുന്നു ആമേൻ അബ്രഹാമിന്റെ പുത്രനാകുന്ന ഇസഹാക്ക്, ആമേൻ അബ്രഹാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഓ ഹല്ലേലൂയ. ആ അനുഗ്രഹം ആമേൻ തന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മേൽ പകർന്നിരിക്കുകയാണ്. ഇപ്പോ ആ അനുഗ്രഹത്തെ മൂത്തപുത്രനാകുന്ന യേശാവിന് പകരാമെന്ന് ആമേൻ ഇസഹാക്ക് പറയുകയാണ്. അത് ആമേൻ തൻ്റെ മൂത്തപുത്രനാകുന്ന ഇസഹാക്കിനോട് ഇസഹാക്ക് പറയുമ്പോൾ അത് തൻ്റെ അമ്മയാകുന്ന റിബേക്ക കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. അത് റിബേക്കയാണ് ആദ്യം കേട്ടത്. ഹല്ലേലൂയ. ഈ ദൈവശബ്ദം ഇന്ന് പകൽക്കാലം ആരൊക്കെ കേൾക്കും? ആമേൻ ആദ്യം ആരൊക്കെ കേൾക്കും? ഹല്ലേലൂയ. അവരെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. അബ്രഹാമിനെ അനുഗ്രഹിച്ച കർത്താവ്, ഇസഹാക്കിനെ അനുഗ്രഹിച്ച കർത്താവ്, ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഒരു മകനെ അനുഗ്രഹിക്കാന്ന് പറയുകയാണ്. മൂത്താമേൻ ആ മകന്റെ പേരാണ് യേശാവ്. എന്നാൽ അപ്പൻ പറഞ്ഞത് കേട്ട് ആമേൻ മൂത്ത മകൻ വേട്ടയ്ക്ക് പോയി. എന്നാൽ അമ്മ മൂത്ത മകനോട് പറയുമ്പോൾ അമ്മ കേൾക്കുവാനിടയിൽ തീർന്നു. അമ്മ യേശാവിൻ്റെ അമ്മയാകുന്ന റിബേക്ക കേട്ടു. താൻ കേട്ടിട്ട് ഹല്ലേലൂയ താൻ വന്നിട്ട് തൻ്റെ ഇളയ മകനോട് പറയാണ്, ഇളയ മകനാവുന്ന യാക്കോബിനോട് അമ്മ പറയുകയാണ്, മോനെ യാക്കോബേ, നിന്റെ അപ്പൻ ഹല്ലേലൂയ പറയുന്നു ഞാൻ കേട്ടു. എന്തെന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ വൃദ്ധനായിരിക്കുകയാണ്, എൻ്റെ കാഴ്ചയൊക്കെ പോയിരിക്കുകയാണ്. ആയതുകൊണ്ട് ഞാൻ എനിക്ക് വേട്ട തേടി വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭക്ഷണം ഒരുക്കി എനിക്ക് തന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ആദ്യം എന്നെ കൊണ്ടുവന്നാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ കേട്ടു. ആയതുകൊണ്ട് മോനെ, നീ ഇപ്പോൾ അമ്മ ഇളയ മകനോട് പറയാണ്, ജ്യേഷ്ഠനോട് പറയുന്നത്, അമ്മയുടെ മൂത്ത മകനോട് പറയുന്നത് അമ്മ കേട്ടിട്ട് ഇളയ മകനോട് പറയുകയാണ്. യാക്കോബിനോട് പറയണം, മോനെ ഞാൻ നിന്റെ അപ്പൻ പറയുന്നത് കേട്ട്, മകനെ ഞാൻ പറയുന്നത് കേട്ടെന്ന് അനുഗ്രഹം ഇപ്പോൾ നിനക്കായി തീരും. അമ്മ ഇളയ മകനെയാണ്, യാക്കോബിനെയാണ് ഹല്ലേലൂയ സ്നേഹിച്ചത്. ആയതുകൊണ്ട് യാക്കോബിനെയാണ് ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിച്ചത്, റിബേക്ക സ്നേഹിച്ചത്. ആയതുകൊണ്ട് ഹല്ലേലൂയ അമ്മ പറഞ്ഞു, ഇളയ മോനോട് പറഞ്ഞു, മോനെ ഞാൻ പറയുന്നത് കേൾക്ക. ഹല്ലേലൂയ.
ഓ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 7:4 എന്ന് വായിച്ചാട്ടെ. 5 ആമേൻ 4 വായിച്ചാട്ടെ. 27 5 മുതൽ വായിച്ച. 5 മുതൽ ആദ്യം തന്നെ വെച്ചേക്കാം. ഇസ്ഹാക്ക് തന്റെ മകനായ 5 മുതൽ ഇസ്ഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. ഏശാവോ വേട്ട തേടിക്കൊണ്ട് വരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ചു, ഞാൻ എന്റെ മരണത്തിനു മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ട ഇറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആകയാൽ മകനെ നീ എന്റെ വാക്ക് കേൾക്ക. നോക്കിക്കേ ആമേ, അമ്മ പറയാണ്, ഇളയ മോനോട് പറയാണ്. ആമേൻ. തുടർന്ന് വായിക്കണം. ഹല്ലേലൂയ. മകനെ ആമേ, എന്റെ വാക്ക് നീ കേൾക്ക. സ്തോത്രം. എന്റെ വാക്കുകൾക്ക് നീ ചെവി തരിക. ആമേൻ ആമേൻ. അപ്പന്റെ അനുഗ്രഹം എന്റെ വാക്കിന് നീ ചെവി ചായ്ച്ചാൽ ആമേൻ ആമേൻ. ഹല്ലേലൂയ. പലരുടെയും അനുഗ്രഹം ഇപ്പൊ നിന്റെ തലമേലാകും. ഹല്ലേലൂയ. പലരെയും അപ്പൻ അനുഗ്രഹിക്കാമെന്ന് പറയാണ്. ആമേൻ. ഹല്ലേലൂയ. പലരെയും മൂത്തവനാണ് അനുഗ്രഹം വെച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്ന കേട്ടാൽ ഇപ്പം നിനക്കാവൂ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ, ഈ ശബ്ദം കേൾക്കുന്നവർക്കാണ് അനുഗ്രഹം. ആദ്യം പറഞ്ഞു കേൾക്കുന്നവർക്കാണ് അനുഗ്രഹം. അമ്മ പറഞ്ഞോ, മോനെ ഞാൻ പറയുന്നത് കേൾക്ക. വായിച്ചാലും വായിച്ചാലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് ചെന്ന് 2 നല്ല കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കും. നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിനു മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അതിന് യാക്കോബ് തന്റെ അമ്മയായ റിബേക്കയോട് എന്റെ സഹോദരൻ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നുവല്ലോ. പക്ഷെ അപ്പൻ എന്നെ തപ്പി നോക്കും. ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തുമെന്ന് പറഞ്ഞു. അവന്റെ അമ്മ അവനോട് പറഞ്ഞത്, മകനെ നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ. ശാപം എന്റെ മേൽ വരട്ടെ. നീ ആദ്യം പറ, ഞാൻ പറയുന്നത് കേൾക്ക. ഈ ദൈവശബ്ദം കേൾക്ക. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം ആമേൻ ആമേൻ അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക് വന്നിരിക്കുകയാണ്. ആമേൻ. അതേ അനുഗ്രഹം യാക്കോബിലേക്ക് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ആദ്യം ഞാൻ പറയണമെന്ന് കേൾക്ക. ആമേൻ. ശാവോക്ക് അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ശാവോക്ക് അവിടെ ഇരിക്കട്ടെ. ശാവോക്ക് എൻ്റെ മേൽ വരട്ടെ. ആദ്യം നീ ആമേൻ അപ്പൻ്റെ ഇഷ്ടപ്പെട്ട രുചികരമാകുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുക്ക. അമ്മ പറയണോ, ഇളയമോനോട് പറയാണ്, യാക്കോവിനോട് പറയാണ്, ഹല്ലേലൂയ, നീ രുചികരമാകുന്ന ഭക്ഷണം നീ ഉണ്ടാക്കേണ്ടതിന് നമ്മളെ തൊഴുത്തിൽ ചെന്ന് നീ ഒരു കോലാട്ടുകുട്ടിയെ കൊണ്ടുവരിക. ഞാൻ രുചികരമാകുന്ന ഭക്ഷണം ഉണ്ടാക്കി തരാം. നീ അപ്പന് കൊണ്ടു കൊടുത്താൽ ഹല്ലേലൂയ അപ്പനെ കൃത്യമായി അനുഗ്രഹിക്കും. അങ്ങനെ അമ്മ ആമേൻ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ അത് കേട്ട യാക്കോബ് അമ്മയോട് പറയുന്നൊരു കാര്യമാണ്. അമ്മേ ഞാൻ ഹല്ലേലൂയ ഇപ്രകാരം ഉണ്ടാക്കി കൊണ്ടു കൊടുത്താൽ ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ. ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്ക. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവർ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ അപ്പന്റെ അനുഗ്രഹം ആമേൻ ഇളയ മകന് ഫലിപ്പാനിടയെന്ന് ഞാൻ പറഞ്ഞ സാരാംശം എന്ന് പറഞ്ഞാൽ ആമേൻ ആദ്യം അവന് രുചികരമായി ഉണ്ടാക്കി കൊടുത്തത് ഹല്ലേലൂയ യാക്കോബാണ്. ഹല്ലേലൂയ.
അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട യാക്കോബ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അനുഗ്രഹിച്ച് ആമേൻ ഇസഹാക്ക് തൻ്റെ ഇളയ പുത്രനാകുന്ന യാക്കോബിനെ അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോഴാണ് ഏശാവ് വരുന്നത്. ഹല്ലേലൂയ. ഏശാവ് വന്നപ്പോൾ ആമേൻ അനുജൻ അപ്പൻ്റെ അനുഗ്രഹമൊക്കെ ആദ്യം വാങ്ങിയിട്ട് പോയി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആദ്യം വാങ്ങി അപ്പൻ്റെ അനുഗ്രഹം, അപ്പം ഒരുക്കി വെച്ചിരുന്ന തൻ്റെ മക്കൾക്കുള്ള അവകാശം വാങ്ങി ഇളയവൻ പോയി കഴിഞ്ഞു. യാക്കോബ് പോയി കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴാകുന്നു ഹല്ലേലൂയ ആമേൻ മൂത്തപുത്രനാകുന്ന ആമേൻ ഏശാവ് പറയുന്നത്, ഞാൻ അവനെ കൊല്ലും, എൻ്റെ അവകാശത്തെ, എൻ്റെ അനുഗ്രഹത്തെ അവൻ കൈവശപ്പെടുത്തി, ആയതുകൊണ്ട് അവനെ ഞാൻ കൊല്ലും. ഇത് അമ്മ കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അമ്മ കേൾക്കുകയാണ്. വീണ്ടും മൂത്തപുത്രൻ ഇളയപുത്രനെ കൊല്ലുമെന്ന് പറയുന്നത് അമ്മ കേൾക്കുകയാണ്. അമ്മ ഉടനെ പറഞ്ഞു, മോനെ നീ ഇപ്പോൾ അവിടെ നിൽക്കണ്ട, നിന്റെ അനുഗ്രഹ നിമിത്തം, നിന്റെ അപ്പൻ നിന്നെ അനുഗ്രഹിച്ച നിമിത്തം, അല്ലെ അഭിഷ്ടഭോജനത്തിൽ നിന്ന് അനുഗ്രഹിച്ച നിമിത്തം അവൻ ജ്യേഷ്ഠൻ പറയാണ് നിന്നെ കൊല്ലുമെന്ന്. ആയതുകൊണ്ട് നീ വേഗത്തിൽ നിന്റെ അമ്മാവിയപ്പൻ്റെ വനത്തിലേക്ക് ഓടിപ്പോകാം, കുറച്ച് ദിവസം അവിടെ താമസിക്കുക. ആമേൻ. നിന്റെ ജ്യേഷ്ഠൻ തണുത്തതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ അനുഗ്രഹത്തിന് വലിയ വിഷയമാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ട, ഉയർച്ച പ്രാപിക്കപ്പെട്ടാൽ ലോകം ഹല്ലേലൂയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ യാക്കോബ് ഇപ്പോൾ അമ്മാവിയപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി. നമുക്കെല്ലാവർക്കും അറിയാമെന്നില്ലേ ആ ചരിത്രം? നമുക്കെല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. യാക്കോബ് ഇപ്പോൾ അമ്മാവിയപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി. ആരുടെ ഭവനത്തിലാണ്? ലാബാൻ്റെ ഭവനത്തിലേക്ക്. ലാബാൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ ലാബാൻ ആട്ടിടയനായിരുന്നു. അവർക്ക് ഇഷ്ടംപോലെ ആടുമാടുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം അവർക്ക് 2 പുത്രിമാർ ലാബാനുണ്ടായിരുന്നു. അമ്മാവിയപ്പന് 2 പുത്രിമാർ. എത്ര പേരാണ് അവർ ലാബാന്റെ പുത്രിമാര്? എത്ര പേരാണ്? 2 പേര്. റാഗേലും ലേയയും. ആമേൻ. അവിടെ 2 പുത്രിമാര്. അവിടെ അനുഗ്രഹിക്കപ്പെട്ടവൻ ഈ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവണ്. അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് അനുഗ്രഹം മേടിച്ചുകൊണ്ടാവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അമ്മാവിയപ്പൻ്റെ ഭവനത്തിലാണ് കേട്ടോ. അവിടെ അമ്മാവിയപ്പൻ്റെ ആടുകളെയൊക്കെ മേയ്ക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രാവിയപ്പൻ്റെ ആടുകളെയൊക്കെ ദൈവം അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. യാക്കോബ് അവിടെ ചെന്ന് അനുഗ്രഹിക്കപ്പെട്ട പുത്രൻ, അപ്പന് ആദ്യം ആരാധന കൊടുത്ത, അപ്പൻ്റെ ഇഷ്ടം ചെയ്ത, അനുഗ്രഹം പ്രാപിച്ച പുത്രൻ ഇപ്പോൾ അമ്മാവിയപ്പൻ്റെ ഭവനത്തിലാണ്. അമ്മാവിയപ്പൻ്റെ ആടുകളുമായിട്ട് നടക്കുമ്പോൾ വേഗത്തിൽ അമ്മാവിയപ്പൻ്റെ ആടുകളെ ദൈവം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. അമ്മാവിയപ്പൻ്റെ ആടുകളെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. അതങ്ങോട്ട് പെറ്റുപെരുകി. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനുഗ്രഹിക്കപ്പെട്ടവൻ കാലുകുത്തിയ നിമിത്തം, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട യാക്കോബ് കാലുകുത്തിയ നിമിത്തം അവൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പാനിടയായി. അവിടെ അമ്മാവിയപ്പൻ്റെ ഭവനം ഉയർത്താനിടയായി തീർന്നു. ആദ്യം അല്പമായിരുന്നു, പിന്നെ അത് അധികമായത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് വർഷമൊക്കെ, കുറച്ച് സംവത്സരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ യാക്കോബിന് യാക്കോബിൻ്റെ അമ്മാവിയപ്പൻ ഹല്ലേലൂയ. എന്നാൽ തൻ്റെ അമ്മാവിയപ്പൻ്റെ ഭവനത്തിലാണ് ആയിരിക്കുന്നത്. ഇപ്പം 2 പെൺമക്കൾ അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ റാഗേലുണ്ട്, ലേയുണ്ട്. എന്നാൽ യാക്കോബ് റാഗേലിനെ അധികം സ്നേഹിച്ചു. എന്നോട് രാത്രി കാലത്ത് പറയാനിടയിൽ അധികം സ്നേഹിച്ചു. എങ്കിലും അത് ദൈവം പോലെയും അവൻ്റെ ഇഷ്ടവും അങ്ങനെ തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുകൂടി നടന്നവനായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. റാഗേലിനെ സ്നേഹിച്ചു. എന്നാൽ റാഗേലിനെയും ലേയെയും അവന് ലഭിക്കാനിടയിൽ തീർന്നു, ഭാര്യയായിട്ട് ലഭിക്കാനിടയിൽ തീർന്നു. ഒന്നിന് പകരം 2 ആയിട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടവന് ഇപ്പോൾ 2 ഭാര്യമാര്. ഒന്ന് ദൈവികമായിട്ടുള്ളത്, ഒന്ന് മാനുഷികമായിട്ടുള്ളത്. ഒന്ന് മാനുഷിക ഇടപെടലുകൾ നിമിത്തം ഒരു ഭാര്യ അവന് ലഭിക്കാനിരുന്നു, ഒന്ന് ദൈവനിയോഗപ്രകാരവും അവന് ലഭിക്കാൻ. അങ്ങനെ 2 ഭാര്യമാരെ
അവന് ലയിപ്പാനിടയുന്നു. ഞാൻ അതിനെ ഓർത്ത് ഇന്ന് ഏകഭാര്യയായി ഏക ഭർത്താവായിരിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് പുതിയ നിയമ ആലോചന പറയുന്നത്. ഞാൻ ആ പഴയ നിയമത്തിലെ ആ യാക്കോബിൻ്റെ അനുഭവത്തെ ഞാൻ കുറ്റം പറയുകയല്ല. അത് ഒന്ന് ദൈവനിയോഗവും ഒന്ന് ഹല്ലേലൂയ മാനുഷികമായ ഇടപെടലുകൾ നിമിത്തം അങ്ങനെ 2 ഭാര്യമാര് ലേയയും റാഗേലും അവരാകുന്നു ഇസ്രായേൽ ഗൃഹം പണിതത്. എത്ര പേർ ദൈവസന്നിധിയിലുണ്ട്? നിങ്ങളാരും ഇവിടെ ഇല്ല. ഒറ്റ മനുഷ്യ ഇവിടെ ഇല്ലാത്തതായിട്ടാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരും ഇല്ല. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ ഹൃദയമൊക്കെ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധി വിട്ടു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കുവാനും ആരാധിക്കുവാനും ആമേൻ എത്ര പേര് കഴിയും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ സ്തോത്രം. ലാബാന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ. ലാബാന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ലാബാന്റെ ഉയർച്ച പ്രാപിപ്പാനിടയിൽ യാക്കോബ് നിമിത്തം അവർ ഉയർച്ച പ്രാപിച്ചു. ആടുമാടുകളൊക്കെ വർദ്ധിച്ചു. അങ്ങനെ യാക്കോബ് കുടുംബമായി 2 ഭാര്യയും മക്കളും അതിൻ്റെതായ ദാസന്മാരും ഒക്കെയും മൃഗസമ്പത്ത് കൊണ്ടൊക്കെ നിറഞ്ഞപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ യാക്കോബ് പറയണ, ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടി ആര് പണി? എൻ്റെ കുടുംബത്തെ എല്ലാവർക്കും അവരവർക്ക് കിട്ടണം. നമ്മളെല്ലാവരും ദൈവസന്നിധിയിലായിരിക്കണം. നമുക്ക് കിട്ടണം. കർത്താവ് ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി നിങ്ങൾക്ക് സകലത് കിട്ടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേ ഒന്ന് കരമടിച്ച് കിട്ടാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് നൽകണമേ എന്ന് എത്ര പേർ പറയാൻ കഴിയും? ഓ ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടവൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹം. ആ ഭവനം മുഴുവൻ അനുഗ്രഹമായി. ആടുമാടുകൾ വർദ്ധിച്ചു. ഉണ്ടാവുന്ന ആമേൻ നാമതയുടെ പേരിന് വേണ്ടി ആമേൻ ആരാധിക്കുന്നവൻ്റെ ആമേൻ സമ്പത്ത് വർദ്ധിപ്പിച്ചില്ല. അത് നിമിത്തം യാക്കോബ് വർദ്ധിച്ചു വരുന്നത് നിമിത്തം ആമേൻ ഹല്ലേലൂയ 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പൊ യാക്കോബിന്റെ അനുഗ്രഹങ്ങളെ മാറ്റിയെന്നാണ് യോജന പറയുന്നത്. ഹല്ലേലൂയ. 10 പ്രാവശ്യം ആമേൻ യാക്കോബിന്റെ അനുഗ്രഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എങ്കിലും കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു ഹല്ലേലൂയ. അങ്ങനെ ഈ യാക്കോബിൻ്റെ അനുഗ്രഹ നിമിത്തം യാക്കോബ് തൊടുന്നതല്ല, അനുഗ്രഹിക്കപ്പെട്ടവൻ തൊടുന്നതല്ല, ആദ്യം അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച യാക്കോബ് തൊടുന്നതല്ല, അനുഗ്രഹമായി തീർന്നത് നിമിത്തം. ഓ ഹല്ലേലൂയ. ആമേൻ. ലാബാൻ്റെ മക്കളൊക്കെയും പകച്ചു എന്നാണ്, അവൻ്റെ ആൺമക്കളൊക്കെയും പകച്ചു എന്നാണ്. ആമേൻ. അവർ പറഞ്ഞത് ഹല്ലേലൂയ എൻ്റെ അപ്പൻ്റെ സ്വത്ത് മുഴുവനും യാക്കോബ് എടുത്തു എന്നാണ്. അത് നിമിത്തം ആമേൻ അവരുടെ മുഖഭാവം നേരത്തെ കാലം വ്യത്യാസമായി കണ്ടതുകൊണ്ട് ഹല്ലേലൂയ ആമേൻ യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, മോനെ നീ നിന്റെ പിതൃഭവനത്തേക്ക് പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. പിതൃഭവനത്തിലേക്ക് അവൻ അങ്ങനെ അവർ ഒരു ദിവസം സുപ്രഭാതത്തിൽ അവർ പുറപ്പെടുവാനിടയിൽ തീർന്നു. അവർക്കുള്ള ആടുമാടുകളും ആമേൻ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കൊണ്ട് എല്ലാവരും അവർ പിതൃഭവനത്തിലേക്ക് പോകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം. യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ അവൻ യാത്ര ചെയ്ത് അങ്ങനെ യാക്കോബും അനുഗ്രഹിക്കപ്പെട്ട യാക്കോബും അവൻ്റെ 2 ഭാര്യമാരും മക്കളും ആടിൻ കൂട്ടവുമൊക്കെയുമായിട്ട് അവൻ പിതൃഭവനത്തിലേക്ക് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 മുതൽ ഒന്ന് വായിച്ചാട്ട്. ദാസിമാരെയും 11 അങ്ങനെ യാക്കോബിന് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്ന ആമേൻ യാക്കോബ് ഇപ്പോ എവിടെയാണ്? സ്തോത്രം. യാക്കോബ് ഹല്ലേലൂയ. ഇപ്പോ യാക്കോബ് താൻ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് ഇപ്പോൾ ആമേൻ താൻ സ്തോത്രം ഒരു വടിയോട് കൂടെയാണ് യാക്കോബ് തൻ്റെ പിതൃഭവനത്തിൽ നിന്ന് അമ്മാവിയപ്പൻ്റെ ഭവനത്തിലേക്ക് വരുവാനിടയെത്തിയിരുന്നത്. ഇപ്പോൾ ആമേൻ വലിയൊരു കൂട്ടമായി വലിയൊരു അനുഗ്രഹ സമ്പത്തോടു കൂടെ യാക്കോബ് ഇങ്ങനെ വരികയാണ്. ആമേൻ. ഇവിടെ സ്തോത്രം. ഇവിടെ ആമേൻ ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 22 മുതൽ വായിക്കുമ്പോൾ വായിച്ചാട്ട്. രാത്രിയിൽ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ യാക്കോബ് ആമേൻ
അമ്മാവിയപ്പൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ യോർദാൻ കടന്നത് ഒരു വടിയുമായിട്ടാണ് കടന്നു പോകുമായിരുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴ് വലിയൊരു കൂട്ടമായിട്ട് തിരിച്ചു വന്ന് നിൽക്കുകയാണ് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒരു വടിയോട്, വെറും ഒരു വടിയോടുകൂടെ ഇപ്പോൾ വലിയ സമ്പത്തോടുകൂടെ വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ യാക്കോബ് കടന്നുപോയി. ആമേൻ കൈ തൊട്ട സ്ഥലമെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയിൽ തീർന്നു. അവൻ കൈ തൊട്ട സ്ഥലം, അവൻ കാൽ വെച്ച സ്ഥലം എല്ലാം അനുഗ്രഹമായി തീർന്നു. ആമേൻ. എന്തിനെന്ത് എപ്രകാരമുള്ളതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹം തലമുറ തലമുറയായി കൈമാറപ്പെട്ട അനുഗ്രഹം. ആമേൻ. യാക്കോബ് അപ്പൻ്റെ ഇഷ്ടം ചെയ്തപ്പോൾ അവന് ആദ്യം അപ്പൻ്റെ ഇഷ്ടം ചെയ്തപ്പോൾ അവന് കൈമാറി കിട്ടിയല്ല അനുഗ്രഹം. അത് നിമിത്തം അത് അനുഗ്രഹം. ആമേൻ. എല്ലാ സമൃദ്ധിയും സമ്പത്തോടുകൂടെ ഇപ്പോൾ കടവെങ്കിലൊക്കെയാണ്. ആമേൻ. രാത്രി കാലത്തിൽ തന്നെ ഹല്ലേലൂയ ആമേൻ തനിക്കുള്ളവരെയൊക്കെ ആടുമാടുകളെയും ആമേൻ തൻ്റെ ഭാര്യമാരെയും മക്കളെയും ആമേൻ എല്ലാവരെയും കടവ് കടത്തിയ ശേഷം അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടോ വീണ്ടും. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലത്ത് നമുക്ക് എത്ര പേർ പ്രാർത്ഥിക്കാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ എത്ര പേർ കഴിയും? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. കടത്തിയതിനു ശേഷം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കടവ് കടത്തിയതിനു ശേഷം ആമേൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച താൻ ഒരു വടിയോടുകൂടെ അങ്ങോട്ട് പോയി. എന്നാൽ തിരിച്ചൊന്ന് വലിയൊരു സ്വത്തോടായിട്ടാണ് വരുന്നത്. എന്നാൽ ഈ നാളുകളിൽ കർത്താവാകുന്ന തൻ്റെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം തന്നോട് കൂടെ ഇരുന്ന് തന്നെ അനുഗ്രഹിപ്പാനിടയിൽ തീർന്നു. താൻ ഹല്ലേലൂയ ചെയ്തതൊക്കെ സാധ്യമാകാൻ ഇടയിൽ തീർന്നു. എല്ലാ തരത്തിലും ദൈവം അവനെ ഉയർത്തുവാനിടയിൽ തീർന്നു. ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ആമേൻ. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എല്ലാം താൻ അനുഭവിച്ച നാളുകളിൽ അനുഭവിച്ച കഷ്ടങ്ങളും നഷ്ടങ്ങളും ആമേൻ തൻ്റെ ആട്ടുകൂട്ടത്തെ എല്ലാം ഓർത്ത് തന്നെ അനുഗ്രഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെയും രാത്രികാലത്തിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് യാക്കോബ്. രാത്രികാലം മുഴുവനും തനിക്കുള്ളവരെയൊക്കെ അക്കരെ കടത്തി. അവിടെ യോർദാനെ കടത്തി അക്കരെ കടത്തി. അതിന് സ്നാനത്തിന് മുൻകുറിയാണ് കേട്ടോ. ഒരു സ്നാനത്തിന് മുൻകുറിയാണ്. തനിക്കുള്ളതിൻ്റെയൊക്കെയും യോർദാൻ കടത്തി അക്കരെ വിട്ടതിന് ശേഷം യാക്കോബ് മാത്രം അവിടെ കടവിൽ ഇക്കരയിൽ ശേഷിച്ചു. പ്രഭാതം വരെയും അവൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചു. യാക്കോബിൻ്റെ പ്രാർത്ഥന എന്തെന്ന് പറഞ്ഞാൽ തന്നെ അനുഗ്രഹിക്കണം, ഇനി അനുഗ്രഹിക്കണം. ഇതൊന്നും കൊണ്ട് പോരാ, ഇനി അനുഗ്രഹിക്കണം. ഈ ലഭിച്ചതൊന്നും കൊണ്ട് പോരാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. വീണ്ടും ദൈവം പ്രഭാത കാലത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവം അവൻ്റെ യാക്കോബിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് യാക്കോബിൻ്റെ മേലിൽ ആരുടെ അനുഗ്രഹമാണുള്ളത്? ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അവൻ്റെ പിതാവാകുന്ന ഇസഹാക്കിൻ്റെ അനുഗ്രഹം, ഇസഹാക്കിൻ്റെ മേൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം. അങ്ങനെ ദൈവിക അനുഗ്രഹം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിലേക്ക് വന്നിട്ട് ഈ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഇനി എന്നെ അനുഗ്രഹിക്കണമേ. ദൈവം ഇങ്ങോട്ട് ദൈവം വന്നപ്പോൾ കാണാം. പ്രൈസ് ദി ലോർഡ്. ഒരുത്ത ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ. അനുഗ്രഹിക്കണം, കർത്താവേ ഈ അനുഗ്രഹിച്ചൊന്ന് പോരാ, ഇനി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരിവിടെ ഇല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷയാണ്. യാക്കോബ് രാത്രി എത്ര പേർ നിങ്ങൾക്ക് അപേക്ഷ കഴിപ്പാനുണ്ട്? ആർക്ക് താല്പര്യമല്ല? അപേക്ഷ കഴിപ്പാൻ താല്പര്യമല്ല, പ്രാർത്ഥിപ്പാൻ താല്പര്യമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമാണ് അനുഗ്രഹമുള്ളത്. അപേക്ഷ കഴിക്കുവാൻ ആഗ്രഹമുള്ളവർക്കാണ്, അതിന് വാഞ്ചയുള്ളവർക്ക്, അതിന് ദാഹമുള്ളവർക്കാണ് അനുഗ്രഹമുള്ളത്. ഇവിടെ വളരെ ദാഹത്തോടുകൂടെ യാക്കോബ്, സ്തോത്രം, ഹല്ലേലൂയ, പ്രഭാതം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇവൻ്റെ പ്രാർത്ഥന എന്താണ്? ഞാൻ അനുഗ്രഹിച്ചവൻ്റെ പ്രാർത്ഥന എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ തകർത്ത പ്രാർത്ഥന. ഇത് പോരാ കർത്താവേ, ഈ അനുഗ്രഹങ്ങളും കൊണ്ട് പോരാ, ഇനി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് തകർത്ത പ്രാർത്ഥന. ഓ ഹല്ലേലൂയ. അനുഗ്രഹിച്ച് മതിയാകൂ. പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രഭാതമായപ്പോഴേ ഹല്ലേലൂയ, ഒരു രക്ഷയില്ല. യാക്കോബ് തകർത്ത പ്രാർത്ഥനയാണ്. ഇടപെടാതെ പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞില്ലേ? ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, നിങ്ങൾക്കെല്ലാം കിട്ടും. ഓ ഹല്ലേലൂയ. ആദ്യം എൻ്റെ രാജ്യനീതി അന്വേഷിപ്പി, എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എന്നാൽ നിങ്ങൾക്കെല്ലാം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യാക്കോബ് ഇവിടെ.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ഇടപെടാതെ പ്രാർത്ഥന നിന്നപ്പോൾ ദൈവത്തിന് പിന്നെ പോകാൻ പറ്റിയില്ല, ഇവിടെ വന്ന് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഓ അങ്ങനെ ദൈവം ആമേ യാക്കോബായിട്ട് ദൈവദൂതം മല്ല് പിടിക്കാൻ തുടങ്ങി. എടാ വിട്, ഞാൻ പോട്ട്, എനിക്ക് പലരുടെയും കാര്യങ്ങൾ നോക്കാനുണ്ട്. അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ആലയിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ പലരുടെയും കാര്യങ്ങൾ എനിക്ക് നോക്കാനുണ്ട്, പലരുടെയും പ്രാർത്ഥന കേൾക്കാനുണ്ട്, അവരുടെ ഞാൻ മറുപടി പറയാനുണ്ട്, അവരെ ഞാൻ അനുഗ്രഹിക്കാനുണ്ട്. ഞാൻ പോട്ടെന്ന് പറഞ്ഞ് വിടത്തില്ല. ആമേൻ. പ്രാർത്ഥനയുടെ അനുഗ്രഹ ഫലം എന്ന് പറഞ്ഞാൽ ആമേൻ അനുഗ്രഹമാണ്. അനുഗ്രഹിക്കണമേ എന്ന്. ആമേൻ. മാത്രമല്ല ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ ഇസ്രായേൽ യുദ്ധം നടക്കുകയാണ്. അവിടുത്തെ പിള്ളേരുടെ കാര്യം എനിക്ക് നോക്കണം. ആമേൻ. നേരെ മൾക്കാറ എനിക്ക് പോകണമെന്ന് ദൈവം പറയണം. പക്ഷെ വിടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിടത്തില്ല എന്ന് കണ്ടിട്ട് ഈ ആമേൻ ഇടപെടാതെ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിച്ചു, എടാ നിന്റെ പേരെന്താണ്? എൻ്റെ പേര് യാക്കോബ്. എൻ്റെ പേര് യാക്കോബ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ യാക്കോബ് ചോദിച്ചു, നിന്റെ പേരെന്താ? നിന്റെ പേര് ചോദിക്കണം എന്താ? ഹല്ലേലൂയ. ആമേൻ. നിന്റെ പേര്, ആമേൻ, ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ഇത് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. അത് അതിശയമുള്ളതാണ്. ആമേൻ. അനുഗ്രഹിക്കുന്നതാണ്. അത് അത്ഭുതം നിറഞ്ഞതാണ് എൻ്റെ നാമം. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബിനെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവനെ സ്തോത്രം അവിടെ പറയുന്നത് പ്രഭാതം വരെയും മല്ല് പിടിച്ചു അവൻ ജയിപ്പാനിടയിൽ തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. മാത്രമല്ല അവനോട് പേര് ചോദിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. എന്നാൽ ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഹല്ലേലൂയ ഇന്ന് മുതൽ നിന്റെ പേര് ആമേൻ ആമേൻ നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇന്ന് മുതൽ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചിരിക്കിയാൽ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അവൻ അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ആമേൻ. ഇസഹാക്കിനെ ആമേൻ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിൻ്റെ ദൈവം ആമേ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യേശുവേ, നിന്റെ സഭയെ നിന്റെ മക്കളെ അനുഗ്രഹിച്ചാലും എത്ര പേരൊന്നും ഒരു പ്രാർത്ഥനയോടുകൂടെ ഉണ്ട്, എത്ര ഒരു വാഞ്ചയോടുകൂടെ നമ്മളെ അനുഗ്രഹിക്കണമെന്ന്. ഇന്ന് മനുഷ്യന് തിന്നാനും കുടിക്കാനും ആമേൻ എല്ലാം ഉള്ളത് കൊണ്ട്, എല്ലാ തലത്തിലുമുള്ള സംരക്ഷണങ്ങൾ ഉള്ളത് കൊണ്ട് ആർക്ക് പ്രാർത്ഥിക്കണ്ട, ആർക്ക് ദൈവത്തോട് യാചിക്കണ്ട, ദൈവത്തോട് ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, മുട്ടുവിൻ തുറക്കവിടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ ലഭിക്കും. നമ്മുടെ എത്ര പേർ ദാഹത്തോടു കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകല കിട്ടും. ഇന്ന് കിട്ടുവാണെന്ന് താല്പര്യമൊന്നുമില്ല. ഇന്ന് മക്കൾക്ക് തിന്നാനും കുടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കിട്ടണമെന്നൊന്നുമില്ല. പിള്ളേരുടെ കാര്യങ്ങൾ പറയാണ്. ആമേൻ. പിതാക്കന്മാരുടെ അനുഗ്രഹം നിമിത്തം അവർക്ക് ഇടപെടാതെ ഭക്ഷണപാനീയങ്ങളുണ്ട്. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇന്നത്തെ പിള്ളേരുടെ കാര്യം നോക്കിയാൽ, ലോകത്തിൻ്റെ ഗതി നോക്കിയാൽ, ഹല്ലേലൂയ, പിള്ളേരുടെ കാര്യം നോക്കിയാൽ ആമേൻ ക്രിക്കറ്റ് കളിക്കുക, ഗെയിമുകൾ കളിക്കുക, ചിരിക്കുക, കളിക്കുക, ആനന്ദിക്കുക. അനുഗ്രഹമൊന്നും ഇവിടെ വേണ്ട, ദൈവിക അനുഗ്രഹങ്ങളൊന്നും വേണ്ട. അത് നിമിത്തം നമ്മൾ വളരെ ദുഃഖിക്കേണ്ടി വരും. ആയതുകൊണ്ട് ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവമക്കളെ. ഇന്ന് പകൽക്കാലത്തിൽ ഈ ശബ്ദം കേട്ട ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ സന്ദേശം ഇപ്രകാരമല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ആമേൻ. വലിയൊരു ആത്മീയ ശുശ്രൂഷയാണ്. ആമേൻ. അത് സഭയ്ക്കകത്തിലൂടെ ഒരു ആമേൻ വാർത്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ നേരെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഓ കർത്താവേ, ഇന്ന് പകൽക്കാലം യേശുവേ തൻ്റെ ജനത്തോട്, തൻ്റെ മക്കളോട് ആമേൻ അങ്ങ് സംസാരിച്ചല്ലോ. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാരായി അനുഗ്രഹിച്ച ദൈവമേ, അബ്രഹാമേൻ, ഹല്ലേലൂയ, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവമേ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമേ, ആദ്യം മുതൽ ഓ ഹല്ലേലൂയ എല്ലാവരെയും അനുഗ്രഹിച്ച ദൈവമേ, ഏദൻ തോട്ടത്തിൽ ആദാമിനെ അനുഗ്രഹിച്ച ദൈവമേ, ഹല്ലേലൂയ, നോഹയും പുത്രന്മാരെ അനുഗ്രഹിച്ച ദൈവമേ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമേ, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവമേ, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ, യോസേഫിനെ അനുഗ്രഹിച്ച ദൈവമേ,
ആമേൻ. തലമുറയെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ ഉയർത്തും, നിനക്ക് എല്ലാ നന്മകളും തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാവരും ഏൽപ്പിച്ചു തരുന്നപ്പാ ഈ സന്ദേശം ആമേൻ ഭാഗ്യമായി തടസ്സം വന്നു. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരട്ടെ അപ്പാ, നന്മയായി തീരട്ടെ, വിടുതലായി തീരട്ടെ, ഉയർച്ചയ്ക്ക് കാരണമാക്കി തീർക്കണമേ. എല്ലാ നന്മകളെയും കർത്താവ് പകർന്നു കൊടുക്കണമേ. അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന മുഴുവനും കൊടുത്താലേ അപ്പാ. യാക്കോബ് തൻ്റെ അപ്പന് ഇഷ്ടഭോജനം കൊണ്ടു കൊടുത്തു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിൻ്റെ നാമത്തിൽ നാളുകളിൽ അങ്ങ് എല്ലാം പകർന്ന ദൈവം എന്ന കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ മനസ്സിൽ തോന്നിയിട്ടില്ല. അത്ര വലുത് നന്മകളാണ്. ഹല്ലേലൂയ. എല്ലാ മക്കളുടെയും ജീവിതത്തിലുള്ള നഷ്ടങ്ങൾ ലാഭമായി തീരട്ടെ, ഇല്ലായ്മകൾ അനുഗ്രഹമായി മാറട്ടെ അപ്പ. ഒരു വർധന ഉണ്ടാകട്ടെ അപ്പ. യേശുവേ, തന്റെ മക്കളെ വർദ്ധിപ്പിച്ചാലോ അപ്പ, അനുഗ്രഹിച്ച് ഉയർത്തിയാലോ അപ്പ. എല്ലാ തലത്തിലും അവർ ചെയ്യുന്നത്, കൈനീട്ടി ചെയ്യുന്നത്, അവര് വിതയ്ക്കുന്നത്, കൊയ്യുന്നത് എല്ലാം വർധന വരട്ടെ, നഷ്ടം വരുവാൻ അനുവദിക്കരുതേ. എല്ലാവരുടെ ജീവിതത്തിൽ ആമേൻ അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് ആമേൻ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ സർവ്വ സഹായിക്കുന്ന കൃപകൾക്കായി നന്ദി. എല്ലാവരെയും തിരുകരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. മാനവഭഗത്വം പൊഴിച്ച് എല്ലാം അംഗീകരിച്ചു തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.